കർത്താവിന്റെ അതിപരിസമായ നാമമായിട്ട് ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാവുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തൻ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് വിളിച്ചു പറയുന്ന വലിയ ഒരു ശബ്ദത്തെ പ്രവാചകൻ ഇവിടെ ദർശിച്ചത് നമുക്ക് എഴുതി തരികയാണ്. ഹല്ലേലൂയ. ഈ പൗരോഹിത്യ മര്യാദ പ്രകാരം യാഗം കഴിക്കുവാൻ ഉസ്സിയ രാജാവിന് അധികാരമില്ല. എന്നാൽ തന്റെ രാജകീയ പ്രൗഢി ഉപയോഗിച്ച് താൻ ദൈവികതമല്ലാതെ ദൈവവചനത്തോട് അല്ലെ ദൈവത്തോട് മറുതലിച്ച് യാഗം കഴിച്ചു മുഖാന്തരം ഉസ്സിയ രാജാവ് കുഷ്ഠരോഗിയായി മാറി. ഹല്ലേലൂയ. തൻ മുഖാന്തരം ഉസ്സിയാവ് മരണപ്പെടുകയും ചെയ്തു. ആ ഉസ്സിയാവ് മരിച്ച ആണ്ടിലാണ് യെശയ്യാ പ്രവാചകൻ ഈ ദർശനം കാണുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ യെശയ്യാവ് ദർശനത്തിലൂടെ സാറാഫുകളെ കണ്ടു. ആ സാറാഫുകൾ 2 ചിറകുകളായി തങ്ങളുടെ കാലുകൾ മൂടി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുപോലെ 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. യെഹെസ്കേൽ പ്രവാചകൻ ദർശനത്തിലൂടെ 4 ജീവികളെ കണ്ടു. ആ ജീവികൾ തങ്ങളുടെ ചിറകുകൊണ്ട് ദേഹം മൂടിയെന്ന് യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ആത്മീയ നിഗളം ഹല്ലേലൂയ ബാധിച്ച ഉസ്സിയ രാജാവ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ ശ്രമിച്ചതിനാൽ കുഷ്ഠരോഗിയായി തീർന്നുവെന്ന് 2 ഹല്ലേലൂയ ദിനവൃത്താന്ത പുസ്തകം 26-16 തൊട്ട് 23 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിഗളിയായ ആ രാജാവ് മരിച്ച ആണ്ടിലാണ് യെശയ്യാവിന് മനോഹരമായ ഈ ദീവി ദർശനം ലഭിച്ചത്. ഹല്ലേലൂയ. ശ്രദ്ധേയം. അപ്പം ദൈവത്തെ കാണുന്നതിന് ഹല്ലേലൂയ സ്തോത്രം തടസ്സമായി നിൽക്കുന്ന ഉന്നതന്മാർ പല സ്ഥാനങ്ങളിലും ഇന്നും വിരാജിക്കുന്നുണ്ട്. ഞാൻ ഈ ഭാഗം മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവർ മരിച്ചെങ്കിലേ അവിടെ ദൈവനാമം മഹിമപ്പെടുകയുള്ളൂ. അവർ മരിക്കാത്തിടത്തോളം കാലം ദൈവനാമം ദുഷിക്കപ്പെടും. ഉസ്സിയാവ് മരിച്ചപോലെ അവർ മരിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ കണ്ട യെശയ്യാവ് തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ തന്റെ യഥാർത്ഥ രൂപം തനിക്ക് ബോധ്യമായി. ഹല്ലേലൂയ. കഴിഞ്ഞ അധ്യായങ്ങളിൽ മറ്റുള്ളവരെ നോക്കി 6 പ്രാവശ്യം നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ യെശയ്യാവ് ഇപ്പോൾ തന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് എനിക്ക് അയ്യോ കഷ്ടം എന്ന് നിലവിളിക്കുന്ന ഭാഗമാണ്. നമുക്കറിയാം, ലോക രാജ്യങ്ങളിൽ ഇന്നും അനവധി ഉസ്സിയാവിനെ പോലെയുള്ള രാജാക്കന്മാർ നിഗള മനോഭാവത്തോടെ രാജകീയ പ്രൗഢിയോടെ ദൈവനാമത്തിനും ദൈവസഭയ്ക്കും ദൈവവചനത്തിനും വിരോധമായി നിൽക്കുന്നത് കൊണ്ട് പല സ്ഥലങ്ങളിലും ദൈവനാമം ദൂഷിക്കപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ഉസ്സിയ രാജാക്കന്മാർ എപ്പോൾ മാറ്റപ്പെടുന്നു ആ സമയമാണ് ചില രാജ്യങ്ങളിൽ ദൈവനാമം മഹത്വപ്പെടുകയുള്ളൂ. രണ്ടാമത് ഓർപ്പിക്കുക, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വചനത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു എന്ന് പറയുമ്പോൾ നാം നമ്മുടെ കാലുകളെ മൂടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. നമ്മുടെ കാലുകളെ പാപത്തിൽ വീഴാതെ നമ്മൾ കാൽ മൂടണം. ദൈവവചനത്താൽ നമ്മുടെ കാലുകളെ നമ്മൾ ശുദ്ധീകരിക്കണം. ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദൈവവും പാതയ്ക്ക് പ്രകാശവുമാകുന്നുവെന്ന് 119 സംഖ്യ 105 വാക്യം വായിക്കുന്നുണ്ട്. അപ്പൊ എവിടെയും നമ്മുടെ കാലുകൾ മൂടി വേണം നമ്മൾ യാത്ര ചെയ്യുവാൻ. അല്ലേ? അനേകരുടെ കണ്ണുകൾ പോകുന്ന വഴികളിലൂടെ അവരുടെ കാലുകൾ യാത്ര ചെയ്യും. മനസ്സും ശരീരവും എന്തു പറയുന്നോ ആ വഴികളിലൂടെയാണ് പലരുടെയും കാൽ യാത്ര ചെയ്യുന്നത്. അല്ലേ? ഒടുവിൽ അവർ പാതാളത്തിൽ ചെന്ന് വീഴും. അങ്ങനെ ചെന്നിട്ട് ഈ പാതാളത്തിൽ ചെന്ന് വീഴും. നിങ്ങളുടെ കാലുകൾ നിങ്ങളെ സ്വന്തം ഇഷ്ടമനുസരിച്ച് കൊണ്ടുപോകാൻ അനുവദിക്കരുത്. നിങ്ങളുടെ കാലുകൾ
നിങ്ങളുടെ സ്വന്തം ഇഷ്ടമനുസരിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾ അനുവദിച്ചു കൊടുക്കാതെ ദൈവഹിതം എന്തെന്നറിഞ്ഞ് വചനത്താൽ നിങ്ങളുടെ കാലിനെ ശുദ്ധീകരിച്ചു കാലുകൾ പാപത്തിൽ വീഴാതെ വചനത്തിൽ മൂടപ്പെടണം, സൂക്ഷിക്കപ്പെടണം. മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ചിന്തകളാണ്, മനുഷ്യന്റെ മനസ്സിൽ വരുന്ന രീതികളാണ്, സ്വഭാവങ്ങളാണ്, ആഗ്രഹങ്ങൾ, ആശകളാണ്, ഇച്ഛകളാണ്, മോഹങ്ങളാണ് അവന്റെ കാലുകളെ പാപത്തിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോവുകയും അവസാനം മനുഷ്യന്റെ മരണം നിത്യമായ നരകത്തിൽ ചെന്ന് പതിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരു സദൃശ്യവാക്യത്തിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൊഫസറോ സദൃശ്യവാക്യത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായം വായിക്കുമ്പോൾ ജ്ഞാനത്തെ ആലിംഗനം ചെയ്യുന്നു എന്നുള്ളതാണ് സദൃശ്യവാക്യം 7-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. ജ്ഞാനത്തെ ആലിംഗനം ചെയ്യാം. അവിടെ എഴുതിയ മകനെ എന്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. വചനത്തെ നമ്മൾ ഏറ്റെടുക്കണം. വചനം നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കണം. എന്നാൽ സ്തോത്രം സദൃശവാക്യം 7-ാം അധ്യായം 5 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് മോഹപരവശിയായ സ്ത്രീയുടെ നികള മനോഭാവം ഉള്ളിൽ കടന്നു വന്നുകൊണ്ട് പലരെയും അവൾ വലയിൽ ചാടിയിരിക്കുന്നു. പ്രൈസലോ സദൃശ 7-ാം വാക്യം 5-ാം വാക്യം പറയുന്നത് അവ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കരവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും വിടിവിക്കും. ഏതാണ്? വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ ഹല്ലേലൂയ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കരവാക്ക് പറയുന്ന അന്യ സ്ത്രീയുടെ കയ്യിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കുന്നു. വചനമാണ് ആവശ്യം. അതുകൊണ്ടാണ് നമ്മുടെ കാലുകൾ മൂടണമെന്ന് പറയുന്നത്. അപ്പൊ മോഹപരവശയായ ഒരു സ്ത്രീയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ മനുഷ്യനെ വശീകരിച്ച് പുരുഷന്മാരെ വശീകരിച്ച് പാപത്തിൽ വീഴ്ത്തി ആ മനുഷ്യനെ നിത്യ നരകത്തിലേക്ക് തള്ളിയിടുക എന്നുള്ളതാണ് മോഹപരവശിയായ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത്. ഇവിടെ സാത്താൻ ഭയങ്കര തന്ത്രമായിരുന്നു. അപ്പം സദൃശവാക്യം 7-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നത് ഞാൻ എന്റെ വീടിന്റെ കിളിവാതിക്കൽ അഴിയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബോഷന്മാരുടെ ഇടയിൽ ഒരുത്തിനെ കണ്ടു. യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെയും കണ്ടു. അപ്പൊ അവളുടെ വീടിന്റെ ജനലിന്റെ അഴികളിലൂടെ അവൾ ഒളിഞ്ഞു നോക്കിയപ്പോൾ, കിളിവാതിലൂടെ ഒളിഞ്ഞു നോക്കിയപ്പോഴേ ബോഷന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരുത്തിനെ കാണുക. ആരുടെ ഇടയിലെ? ബോഷന്മാരുടെ ഇടയിൽ ഒരുത്തിനെ കാണുന്നു. യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടു. അപ്പൊ അവൾ കാണുന്നത് ബോഷനായ മനുഷ്യനെയും ബുദ്ധിഹീനായവനെയാണ്. അല്ലേ? അങ്ങനെയുള്ളവരെ അവളുടെ വീട്ടിലേക്ക് വശീകരിക്കുക. അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീടിന്റെ കോണിലിരിക്കെ വീതിയിൽ കൂടി കടന്ന് അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാലുകൾ കൊണ്ട്, ആ കാലുകൾ കൊണ്ട് മോഹപരവശയായ സ്ത്രീയുടെ വശീകരണത്തിനകത്ത് വീണ ബോഷനായ മനുഷ്യൻ, ബുദ്ധിഹീനനായ മനുഷ്യൻ രാത്രി സമയമാകുമ്പോഴത്തേനും അവളുടെ വീടിന്റെ കൂടിലൂടെ അവളുടെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. ഈ സദൃശവാക്യം 7-ാം അധ്യായം വായിക്കണം. യൗവനക്കാരികളും വായിക്കണം. പ്രത്യേകിച്ചും ദൈവദാസിദാസന്മാർ വായിക്കണം. അല്ലേലും രക്തം ചെയ്യും. കാരണം മോഹപരവശയായ സ്ത്രീയെ സാത്താന്റെ തന്ത്രമാണ്. അവൾ ഇങ്ങനെ ആരെയും വലയിൽ വീഴിക്കാൻ വേണ്ടി അവളുടെ കിളിവാതിലൂടെ അവൾ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ചെന്ന് ചാടുന്നതാരാ? ബോഷന്മാരാ, ബുദ്ധിഹീനനാ. അല്ലേ? എന്നാൽ ആ ദൈവാത്മാവിൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന യഥാർത്ഥ ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനും ഈ മോഹപരവശയായ സ്ത്രീയുടെ അടുക്കിലേക്ക് അവന്റെ കാലുകൾ കൊണ്ട് ചെല്ലത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ സാറാഫുകൾ രണ്ടുകൊണ്ട് കാൽ മൂടി എന്ന് പറയുമ്പോൾ നാം നമ്മുടെ കാലുകളെ മൂടി കൊണ്ട് നടക്കണം. അപ്പൊ പെട്ടെന്ന് വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടും ഉള്ളൊരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു. ഈ ബോഷനെയും ബുദ്ധിഹീനായ മനുഷ്യനെ. അവൾ അല്ലെങ്കിൽ മോഹപരവശയും തന്നിഷ്ടക്കാരിയും ആകുന്നു. അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കുകയില്ല. ഇങ്ങനെയുള്ളവരുടെ കാല് വീട്ടിൽ അടങ്ങിയിരിക്കത്തില്ല. ആരെയെങ്കിലും വലയിൽ വീഴിക്കാൻ വേണ്ടി അവർ തന്ത്രപ്പെടും. നിങ്ങൾ വളരെ ആ ഭാഗം ചിന്തിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം. ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു.
ഇവളുടെ പണിയുണ്ട്, വീതിയിലും വിശാല സ്ഥലത്തും അവളുണ്ട്. ഓരോ സ്ഥലത്തും അവൾ പതിയിരുന്ന് ഭോഷന്മാരെയും ബുദ്ധിഹീനായിരിക്കുന്നവരെയും അവളുടെ വലയിൽ അകപ്പെടുത്തും. അല്ലേലൂയ. അവൾ അവനെ പിടിച്ച് ചുംബിച്ച് ലജ്ജ കൂടാതെ അവനോട് പറയുന്നത്, എനിക്ക് സമാധാനയാഗങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ എന്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു, നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു, നിന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന മോഹന വാഗ്ദത്തങ്ങൾ പറഞ്ഞ് ഈ ബോഷനായ ബുദ്ധിഹീനായ മനുഷ്യന്റെ മനസ്സിനെ ഇളക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു. മനുഷ്യന്റെ ഉള്ളിൽ മോഹം ഗർഭം ധരിക്കാൻ പാടില്ല. ആശകളും ഇച്ഛകളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് മോഹപരവശയായി സ്ത്രീകൾ വീതികളിലും വിശാല സ്ഥലത്തും പതിയിരുന്നു കൊണ്ട് മനുഷ്യനെ വശീകരിച്ച് അവളുടെ വലയിലേക്ക് ചാടിച്ച്, അല്ലേലൂയ, ആ മനുഷ്യന്റെ അവസ്ഥ പിന്നെ പാതാളത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സാറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടിയതുപോലെ, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നതുപോലെ നാം എത്രയും പെട്ടെന്ന് നമ്മുടെ മുഖം മൂടി കാലിനെ മൂടി അവിടെ നിന്ന് മാറിപ്പോകണം. ഓടി വിളിച്ചോണം, നിൽക്കാൻ പാടില്ല. നമുക്കറിയാം, മോഹപരിശയായ സ്ത്രീയുടെ കൈ വീണ അനവധി വിശ്വാസികൾ, ദൈവദാസന്മാർ പാപത്തിന്റെ ചങ്ങലയിൽ അകപ്പെട്ട് പാപത്തിന്റെ കുഴിയിൽ വീണ് വിശ്വാസ ജീവിതത്തിൽ നിന്ന് പലരും പാതാളത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അല്ലേ? ഈ ആഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മോശമായ കാര്യങ്ങളൊന്നുമില്ല. ആഗ്രഹങ്ങളും മോഹങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ നമ്മെ പാപത്തിലേക്ക് തള്ളിയിടുന്നതാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആത്മീയജീവിതം എന്ന് പറയുന്നത് വില കൊടുക്കേണ്ടതാ. ആത്മീയജീവിതം എന്ന് പറയുന്നത് അതിനകത്ത് ഉറച്ചു നിൽപ്പാൻ ദൈവകൃപ ആവശ്യമാണ്. ഈ ലോകത്തിൽ നിന്നെ വശീകരിക്കാൻ വേണ്ടിയിട്ട്, നിന്നെ തളർത്തുവാൻ, നിന്നെ തകർക്കാൻ വേണ്ടിയിട്ട്, നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിടുവാൻ, നരകത്തിലേക്ക് തള്ളിയിടുവാൻ പിശാച് പല വേഷഭൂഷാദികളും അണിഞ്ഞ് പല വേഷവും കെട്ടി നിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു നർത്തകിയെ പോലെ കടന്നു വരും. പ്രൈസലോ. അവൾ നിന്നോട് ചക്രവാക്കും മുഖസ്തുതിയൊക്കെ പറഞ്ഞ് നിനക്ക് ഇമ്പമുണ്ടാകുന്ന, നിനക്ക് രസം തോന്നുന്ന, നിന്നെ രസിപ്പിക്കുന്നതിന്റെ ശരീരത്തിൽ ലൗകികമായ വികാരങ്ങളെ ഉണർത്തുന്ന വിധത്തിൽ നിന്നെ അവൾ മോഹപരശനാക്കി മാറ്റും. അവൾ നിന്നിലേക്ക് പ്രവേശിക്കും. നീ അവളിലേക്ക് പ്രവേശിക്കത്തക്ക നിലയിൽ അവൾ നിന്നെ വശീകരിച്ച് അവൾ നിനക്ക് ചുംബനമൊക്കെ തന്ന് നിന്നെ തൊട്ട് തലോടി തഴുകി നിന്നെ പാപത്തിലേക്ക് തള്ളിയിടുന്നൊരു കാലഘട്ടമാണ് ഇത്. സാത്താന്റെ തന്ത്രങ്ങൾ നിറയപ്പെട്ടൊരു കാലഘട്ടമാണ്. സകല മനുഷ്യരും പാപത്തിലേക്ക് തള്ളിയിടുന്ന ഒരു കാലഘട്ടമാണ്. പ്രൈസ്. വളരെ ആഗ്രഹിച്ച് മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി സ്കൂളുകൾ കോളേജിലേക്ക് പറഞ്ഞു വിടുന്ന പലരും സ്കൂളുകൾ കോളേജിൽ പോകാതെ സ്കൂളുകളും കോളേജുകളും ഒക്കെ കട്ട് ചെയ്ത് ഇന്ന് പല ഉദ്യാനങ്ങളിലും പല ബീച്ചുകളിലും പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കറങ്ങിയടിച്ച് വൈകിട്ട് വീട്ടിലേക്ക് ചെല്ലുന്ന അനവധി സംഭവങ്ങൾ. കാരണം സാത്താൻ പലരെയും തെറ്റിച്ചുകൊണ്ടിരിക്കുക. ഏത് പട്ടണത്തിൽ ചെന്നാലും ഏത് വീതികളിൽ ചെന്നാലും അവിടെയെല്ലാം മനുഷ്യനെ വശീകരിക്കുന്ന അനവധി മോഹപരശയായ സാത്താന്റെ തന്ത്രങ്ങളുണ്ട്. നിങ്ങൾ അതിൽ വീഴാതെ വണ്ണം, പ്രത്യേകിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പാപത്തിന്റെ ചതിക്കുഴിയിൽ വീഴരുത്, പിശാചിന്റെ ചതിക്കുഴിയിൽ വീഴരുത്. നിനക്ക് ചുറ്റും ആയിരക്കണക്കിന് പ്രേതാലയങ്ങൾ പോലെ നിന്നെ തകർക്കുവാൻ സാത്താന്റെ ശക്തികളുണ്ട്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ തകർക്കുവാൻ, നിന്റെ വിശുദ്ധിയെ തകർക്കുവാൻ, നീയും ദൈവമായിട്ടുള്ള ബന്ധം തകർക്കുവാൻ, ദൈവത്തിൽ നിന്നെ അകറ്റിക്കളയാൻ വേണ്ടി പാപത്തിന്റെ വശീകരണത്തിലേക്ക് നിന്നെ തള്ളിയിട്ടിട്ട് എന്നതേക്കും നീ നരകയാതന അനുഭവിക്കേണ്ടി വരും. രക്തം ചെയ്യും. അതുകൊണ്ടാണ് അല്ലെങ്കിൽ എവിടെ യെശയ്യാ പ്രവാചകൻ ഇത്ര ശക്തമായൊരു ദൂത് കൊടുത്തിട്ട്, ദർശനം കൊടുത്തിട്ട് ആ ദർശനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, ഈ ഭൂമിയിൽ ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, സാറാവുകൾ മുഖം മൂടിയതുപോലെ നാം ചെല്ലേണ്ട സ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ, നിത്യതയിൽ എത്തിച്ചേരണമെങ്കിൽ പാപത്തെ കാണാതെ വേണം നീ ദൈവം വചനം കൊണ്ട് നിന്റെ മുഖത്തെ മറയ്ക്കണം. ദൈവ വചനം കൊണ്ട് നിന്റെ കാലുകളെ നീ മറയ്ക്കണം. ഹല്ലേലൂയ. പാപത്തിന്റെ വഴി നിൽക്കാതെ സാറാഫുകൾ രണ്ടുകൊണ്ട് പറന്നതുപോലെ ദൈവം നിനക്ക് തന്നിരിക്കുന്ന കാലുകൾ കൊണ്ട് നീ ഓടി ഒളിച്ചോണം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ യോസേഫിനെ നമുക്കറിയാം. യോസേഫ് പോത്തിഫറിന്റെ ഭവനത്തിലെത്തിയെങ്കിലും പോത്തിഫറിന്റെ ഭാര്യയുടെ കണ്ണ് അവന്റെ മേൽ വന്നു. അവൻ കോമളനും നല്ലവനും ആയിരുന്നുകൊണ്ട് യോസേഫിനെ ഏതെങ്കിലും വിധത്തിൽ പാപത്തിൽ വീഴിക്കുവാൻ വേണ്ടി മോഹപരശയായ പോത്തിഫറിന്റെ ഭാര്യ അവന്റെ മേൽ ദൃഷ്ടി വെച്ചു.
അവനെ വശീകരിക്കുവാൻ, അവനെ തലോടുവാൻ, അവനെ ചുംബിക്കുവാൻ, അവനെ പാപത്തിൽ വീഴ്ത്തുവാൻ, പാതാളത്തിലേക്ക് തള്ളിയിടുവാൻ പോത്തിഫറിന്റെ ഭാര്യ ആഗ്രഹിച്ചെങ്കിലും അവനെ അവൾ കയറി പിടിച്ചെങ്കിലും സ്വാമി യോസേഫ് എന്ത് ചെയ്തു? ആ പോത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഓടി, വസ്ത്രം പോലുമില്ലാതെ. യോസേഫിനെ സംബന്ധിച്ച് ചിന്തിച്ചാൽ അവർ രണ്ടുകൊണ്ട് മുഖം മൂടി എന്ന് പറഞ്ഞതുപോലെ യോസേഫ് ദൈവത്തോടുള്ള ആ കടമ, ദൈവത്തോടുള്ള വിശ്വസ്തത, ദൈവത്തോടുള്ള ഉടമ്പടി പ്രകാരം അവൻ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്ന് പോത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് അവൻ ഓടി രക്ഷപ്പെട്ടു. യോസേഫിനെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കിയേ, നമുക്കൊക്കെ ആ സ്ഥിതി നമ്മുടെ ജീവിതത്തിൽ, യോസേഫിന്റെ സ്ഥിതിയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, ഹല്ലേലൂയ, നമ്മളൊക്കെ എന്ത് ചെയ്യും? അടിസ്ഥാനം മറഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? പണ്ടൊരാളോ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ യോസേഫിന്റെ അടിസ്ഥാനം മറഞ്ഞു പോയാൽ എന്ത് ചെയ്യാൻ യോസേഫ് തയ്യാറായില്ല. യോസേഫ് എന്ത് ചെയ്തു? പാപത്തിൽ വീഴാതിരിക്കാൻ, പാതാളത്തിലേക്ക് വീഴാതിരിക്കുവാൻ, മോഹപരശിയായ പോത്തിഫറിന്റെ ഭാര്യയുടെ വശീകരണ വാക്കുകൾക്കകത്തകപ്പെട്ട് പാപത്തിലേക്ക് പോകാതെ, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടാതെ, ദൈവത്തോടുള്ള സംസർഗം നഷ്ടപ്പെടാതെ, ദൈവം കൊടുത്ത ദർശനത്തെ ലക്ഷ്യമാക്കി യോസേഫ് വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ, യുവതി യുവാക്കന്മാരോട് പറയട്ടെ, നിന്നെ പാപത്തിൽ തള്ളിയിടുവാൻ, നിന്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന, ജഡത്തെ, ശരീരത്തെ, മനസ്സിനെയും ആസ്വദിപ്പിക്കുന്ന വിധത്തിലുള്ള മോഹപരശിയായ സ്ത്രീ പുരുഷന്മാർ നിന്നെ വശീകരിക്കാൻ കടന്നു വരുമ്പോൾ നീ യോസേഫിനെ പോൽ ഓടി രക്ഷപ്പെട്ടോണം. നിന്റെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവം നിനക്ക് കാൽവരി ക്രൂശിലൂടെ തന്ന ആ പാപപരിഹാരത്തിലൂടെ നിനക്ക് തന്ന നിത്യജീവനെ നീ നഷ്ടപ്പെടുത്തി നിത്യമായ നാശത്തിലേക്ക്, നരകത്തിലേക്ക് നീ വഴുതിപ്പോകരുത്. രക്തം ചെയ്യും. ഞാൻ ഈ വചനത്തിന്റെ പല ഭാഗങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ദൈവാത്മാവ് ഇന്ന് ഇങ്ങനെ ഈ വചനം നിങ്ങളോട് സംസാരിപ്പാൻ പറയുമ്പോൾ, പാപം പെരുകി, ഭൂമി മുഴുവൻ പാപം കൊണ്ട് പെരുകി, സകല മനുഷ്യരെ നിത്യ നരകത്തിലേക്ക് തള്ളിയിടത്തക്ക നിലയിൽ മോഹപരശയായ അനവധി സാത്താന്യ തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ വന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന വ്യക്തിയല്ലേ? ഹല്ലേലൂയ. എന്തിനേറെ പറയുന്ന ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒരു ഭാര്യ എന്നുള്ള സമ്പ്രദായം മാറ്റി ഇന്ന് പല ഭവനങ്ങളിലും ഒരു ഭർത്താവിന് രണ്ട് ഭാര്യ, അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് രണ്ട് ഭർത്താക്കന്മാരായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ പാപം അത്രമാത്രം പെരുകി, ദൈവത്തോട് അകന്നുപോയി അവൻ മനുഷ്യൻ നിത്യ നരകത്തിലേക്ക്, പാതാളത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ഭൂമി മുഴുവൻ പാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്നു. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരെ ഏറ്റവും ആസനമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരോട് പറയട്ടെ, നീ മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കണം. പാപത്തിലേക്ക് വീഴാതവണ്ണം നിന്റെ കാലുകളെ നീ കാത്തു സൂക്ഷിക്കണം. വചനം കൊണ്ട് നിന്റെ കാലുകളെ നീ മറയ്ക്കണം. പാപത്തിൽ വീഴാതെ നീ പാപത്തിന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ, പാപത്തിന്റെ വഴിയിൽ നീ ചെല്ലുമ്പോൾ നീ അവിടെ ഓടി രക്ഷപ്പെട്ടോണം. രക്തജയം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം നമുക്ക് വായിക്കാൻ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതാണ് സ്തോത്രം. നമ്മൾ വചനം വായിച്ചതല്ല. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കും. നിങ്ങളുടെ ജീവിതം രഹസ്യങ്ങളില്ലാതെ ദൈവഹിതം മാത്രം പ്രവർത്തിക്കുന്നതായിരിക്കണം. അല്ലെ? നിങ്ങളുടെ ജീവിതം രഹസ്യങ്ങളില്ലാത്തതായിരിക്കണം. പാപങ്ങളില്ലാത്തതായിരിക്കണം. ഇന്നത്തെ കാലം നമുക്കറിയാം, എല്ലാ വീടുകളിലും മൊബൈൽ ഇഷ്ടം പോലെയാണ്. ഭാര്യയ്ക്ക് മൊബൈല്, ഭർത്താവിന് മൊബൈല്, മക്കൾക്ക് മൊബൈല്, എല്ലാവരും ഓരോരുത്തരുടെ മൊബൈൽ എന്ത് ചെയ്യുന്നു? പ്രത്യേകമായി ലോക്കിട്ട് പൂട്ടിയിരിക്കുക. ഭാര്യയുടെ മൊബൈല് ഭർത്താവിന് തുറക്കാൻ കഴിയത്തില്ല, ഭർത്താവിന്റെ മൊബൈൽ ഭാര്യയ്ക്ക് തുറക്കാൻ കഴിയത്തില്ല. മക്കളുടെ മൊബൈൽ അധികം മാതാപിതാക്കൾക്ക് ഓൺ ചെയ്യാൻ കഴിയാത്ത രഹസ്യ പൂട്ടുകൾ, രഹസ്യമായ ലോക്കിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഭർത്താവിന്റെ ഫോണിലേക്ക് ഫോൺ വരുമ്പോൾ ഭാര്യയും മക്കളും എടുക്കാതിരിക്കാൻ വേണ്ടി ഭർത്താവ് ഫോൺ എടുത്തോണ്ട് ദൂരത്തിൽ പോയി രഹസ്യമായിട്ട് സംസാരിക്കുന്നു. ഭാര്യയുടെ ഫോണിലേക്ക് ഫോൺ വരുമ്പോൾ ഭർത്താവ് കാണാതെ, മക്കൾ കാണാതെ മാറി ഓടി ഒളിച്ചു പോയി സംസാരിക്കുന്നു. മക്കളും തന്നെ. അങ്ങനെയുള്ളവർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ദൈവദാസന്മാരെയും കണ്ടിട്ടുണ്ട്. പല ഭവനത്തിലും കടന്നു വരുമ്പോൾ ചില സഹോദരിമാരുണ്ട് പറയാം, എൻ്റെ പാർസൽ ഫോൺ വന്നു കഴിഞ്ഞാൽ അച്ഛൻ തുടിപ്പിക്കുന്നില്ല, അച്ഛൻ ആ ഫോൺ എടുത്തുകൊണ്ട് പോയി മണിക്കൂറുകൾ സംസാരിക്കും. എൻ്റെ അരികിൽ ഇരുന്നൊരു 10 മിനിറ്റ് സംസാരിക്കത്തില്ലെന്ന്. അങ്ങനെയുള്ള മോഹപരശയായ സ്ത്രീയുടെ കയ്യിൽ അകപ്പെട്ടു പോയ ദൈവത്തിന്റെ ദാസിദാസന്മാരുണ്ട്, ദൈവദാസന്മാരുടെ മക്കളുമുണ്ട്. ഹല്ലേലൂയ.
നിന്റെ രഹസ്യ ജീവിതം, പരസ്യ ജീവിതം എല്ലാം വിശുദ്ധമായിരിക്കണം. നിന്റെ ഫോണിനകത്ത് ഫോൺ വന്നാൽ നിന്റെ മക്കൾക്ക് എടുക്കുവാൻ കഴിയണം, നിന്റെ ഭാര്യയ്ക്ക് എടുക്കാൻ കഴിയണം. നിന്റെ ഫോണിനകത്ത് ഫോൺ വന്നാൽ നിന്റെ ഭർത്താവിന്, നിന്റെ മക്കൾക്ക്, നിന്റെ മാതാപിതാക്കൾക്ക് എടുക്കുവാൻ കഴിയണം. അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഫോൺ അങ്ങനെ. എൻ്റെ ഫോണ് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഉപയോഗിക്കാം. എൻ്റെ വൈഫ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് മിക്കവാറും വരുന്ന ഫോണുകൾ എൻ്റെ വൈഫാണ് എടുത്തുകൊണ്ടിരുന്നത്. കാരണം ഞാൻ മിക്കവാറും ഈ ദൈവത്തിനും ടീം വർക്കുകളും ഒക്കെ ആയിട്ട് പോവുകയും വന്നിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും ഫോൺ വന്നാണ് അവളെ എടുക്കുന്നത്, അതിൽ എൻ്റെ കുട്ടിയെ എടുക്കുന്നത്. പിന്നെ വൈഫ് മരിച്ചപ്പോൾ എൻ്റെ കുട്ടി പഠിക്കാൻ പോയിട്ട് ഞാൻ തൻ്റെ ഫോണിൽ കുട്ടികളുണ്ടെങ്കിൽ അവൾക്ക് എടുക്കാം. കാരണം എൻ്റെ ഫോണ് ഒരു രഹസ്യലോക്ക് ഇട്ട് പൂട്ടിയിട്ടില്ല. എൻ്റെ ഫോൺ ഒരിക്കലും രഹസ്യ ലോക്കിട്ട് പൂട്ടത്തില്ല. എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം എൻ്റെ മൊബൈൽ ഉപയോഗിക്കത്തക്ക നിലയിൽ എൻ്റെ മൊബൈല് പ്രവർത്തിക്കുന്നത്. രഹസ്യ ജീവിതം പാടില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവദാസനെ താത്തി, നിനക്ക് രഹസ്യ ജീവിതം പാടില്ല. രഹസ്യ ജീവിതത്തിനകത്ത് നീ പോകുന്നുണ്ടെങ്കിൽ അത് നീ പാപത്തിന്റെ വഴിയില്ല. നിനക്ക് വരുന്ന കോളുകൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയാതെ നീ രഹസ്യമായിട്ട് സംസാരിക്കുന്നെങ്കിൽ, ചില ഇന്നാൾ ഒരു വീട്ടിൽ ചെന്നപ്പം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ചോറും വിളമ്പി വെച്ച് മേശപ്പുറത്ത് കാത്തിരിക്കുക ബസ്സേ. ഞാൻ ചോറും വിളമ്പി വെച്ച് മേശപ്പുറത്ത് കാത്തിരിക്കുമെന്ന് ആരാ പറയുക? ഭാര്യ പറയുക. ഞാൻ ആ പുള്ളി വിളിച്ചു മടുത്തു. ചോറിന നീ കഴിച്ചിട്ട് കിടന്നു, ഞാൻ വന്ന് കഴിച്ചോളാം. ഭർത്താവിന്റെ മറുപടിയാ. വൈകിട്ട് അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ കടമയെന്ന് പറയുന്നത് വീട്ടിനകത്തൂടെ എല്ലാ പണികളും ചെയ്ത് വീട്ടിലുള്ള മക്കൾക്കും ഭർത്താവിന് വീട്ടുന്ന ഭക്ഷണമെല്ലാം വെച്ചിട്ട് വൈകിട്ട് സമയത്തെങ്കിലും അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് കിടക്കണമെന്നുള്ളതാണ് ഭാര്യ ആഗ്രഹിക്കുന്നത്, മിക്കവാറും ഭാര്യമാർ. എന്നാൽ അതിന് ഭർത്താക്കന്മാർ തയ്യാറാക്കാതെ ഭർത്താക്കന്മാരുടെ അവിഹിത ബന്ധത്തിനകത്ത് അവർ പലപ്പോഴും അകപ്പെട്ട് ഫോൺ വന്നാൽ അതെടുത്ത് മണിക്കൂർ സംസാരിച്ച് വീട്ടിനകത്തെ സ്വൈര്യത നഷ്ടപ്പെടുത്തി കളയും. അങ്ങനെയുള്ള ഒത്തിരി കുടുംബങ്ങളെ എനിക്കറിയാം കേട്ടോ. ഞാൻ ഒരുപാട് ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാനൊക്കെ പോയി ഇങ്ങനെയുള്ള വിഷയം കൈകാര്യം നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പലരോടും. കുടുംബത്തിനകത്ത് മോഹപരേശയ സ്ത്രീയുടെ ശല്യം മലേറിയ. എന്നെ കേൾക്കുന്ന ദൈവദാസൻ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മോഹപരേശയായ സ്ത്രീയുടെ ശല്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എന്നെ കേൾക്കുന്ന സഹോദരിമാരുടെ മോഹപരേശയ നടക്കുന്ന മോഹങ്ങൾ നിന്നെ വശീകരിപ്പാൻ, നിന്നെ പാപത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന മോഹങ്ങൾ നിന്റെ ഉള്ളിൽ തരം നടക്കുന്ന മോഹപരേശയ സഹോദരന്മാരുണ്ട്. ലേലിയ അവർ നിന്നെ പാപത്തിൽ വീഴ്ത്തും, നിന്നെ നശിപ്പിക്കും. യോസേപ്പിനെ നശിപ്പിക്കാൻ ഒരു പോത്തിഫറിന്റെ ഭാര്യ നോക്കിയെങ്കിലും യോസേപ്പിനെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. യോസേപ്പിന് അവിടെ നിന്ന് ഇറങ്ങി ഓടിയുണ്ട്. കാരാഗ്രഹമാണ് കിട്ടിയെങ്കിലും കാരാഗ്രഹത്തിലും അവൻ ദൈവത്തോട് ചേർന്ന് യോസേപ്പ് കൃതാർത്ഥനായി മാറി. കാരാഗ്രഹ പ്രമാണി കണ്ട പാനപാത്രം കണ്ട ദർശനത്തെ, സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തത് കൊണ്ട് ആ കാലഘട്ടത്തിൽ ഫറവോൻ കണ്ട സ്വപ്നത്തെ കൂടി വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ യോസേപ്പിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചതിന്റെ ഫലമായി പിന്നത്തേത് യോസേഫ് മിസ്രൈമിൽ രണ്ടാമനായി മാറി. അതേസമയത്ത് പോത്തിഫറിന്റെ ഭാര്യയുടെ കണ്ണിന്റെ മുമ്പിൽ അവളുടെ മോഹപരശിയായ അവസ്ഥയ്ക്ക് ഇവൻ യോസേഫ് വീണതെങ്കിലോ അല്ലേലിയ, യോസേഫിന്റെ ശുശ്രൂഷകൾ നഷ്ടപ്പെട്ട് യോസേഫ് ദൈവത്തിന് അന്യാധീനപ്പെട്ടു പോയാൻ. അതെ, നീ നിന്നെ തന്നെ സൂക്ഷിക്കണം കേട്ടോ. അല്ലേലിയ. ഇന്നത്തെ പലരും മലേറിയ. ഇന്നാളൊരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പാസ്റ്ററെ ആ മനുഷ്യനെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പേര് പറയുന്നില്ല. ഞാൻ പറയാം, എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഒരുപാട് സഹകരിച്ച് നടക്കുന്നിട്ടുള്ള ഒരുപാട് മീറ്റിങ്ങിൽ പങ്കെടുക്കും. എൻ്റെ പാസ്റ്റർ അദ്ദേഹം എന്നെ ഫോൺ വിളിച്ച് ആദ്യമൊക്കെ വിളിച്ച് മാന്യമായിട്ട് സ്നേഹമായിട്ടൊക്കെ സംസാരിച്ച് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ മോളേന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ മോളേന്ന് വിളിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരാളുടെ ഭാര്യയാണ്, എനിക്ക് രണ്ട് മക്കളൊക്കെ ഉണ്ട്, എന്നെ മോളേന്ന് വിളിക്കുക, പേര് വിളിച്ചാൽ മതി. പക്ഷെ അദ്ദേഹം വീണ്ടും മോളേന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ മാറി, സ്വരങ്ങൾ മാറി, സംസാരങ്ങൾ മാറി. പിന്നെ ആ സവനെ ആട്ടി ഓടിക്കേണ്ടി വന്നു. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ് കേട്ടോ. പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് പറ്റില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ തുടച്ചു മാറ്റണം. കാരണം ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധ ജീവിതമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 5 വരെയുള്ള അധ്യായം യെശയ്യാ എഴുതുമ്പോൾ ജനത്തെ നോക്കി അയ്യോ കഷ്ടം എന്ന് യെശയ്യാ പറഞ്ഞെങ്കിൽ ഉസ്യാവ് മരിച്ച ആണ്ടിൽ ദർശനം യെശയ്യാവ് കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാവ് തന്നിലേക്ക് തന്നെ നോക്കി. തനിക്ക് അയ്യോ കഷ്ടമെന്ന് പറയുമ്പോൾ തന്റെ ജീവിതത്തിനകത്ത് എത്രമാത്രം അശുദ്ധമായ ചിന്തകൾ അല്ലെങ്കിൽ അശുദ്ധമായ ജനത്തിന്റെ നടുവിലാണ് വസിച്ചത്. യെശയ്യാവ് തന്നെ തിരുത്തി. സാറാവുകളെ ദർശനം കൊടുത്തു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽമൂടി, 2 കൊണ്ട് പറന്ന് യെശയ്യാവിന്റെ ജീവിതത്തിൽ ഒരു വിടുതലിന്റെ ദിവസമായി മാറി. അത് നിന്റെ ജീവിതത്തിൽ ദൈവത്തിനൊരു വിടുതൽ നൽകണം. പാപത്തിന്റെ വഴിയിലേക്ക് നീ പോകരുത്. ഹല്ലേലൂയ.
ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് അല്ലേരിയ സ്തോത്രം. അപ്പൊ നമ്മുടെ യൗവനകാലം അല്ലേരിയായി, നമ്മുടെ യൗവനകാലം രഹസ്യ ജീവിതമില്ലാതെ നാം ദൈവത്തിന് വിശുദ്ധമായി ജീവിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുക. അല്ലേരിയ. അതുകൊണ്ടാണ് അല്ലേരിയ ഈ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, അല്ലേരിയ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ യൗവനക്കാനായിരിക്കുന്ന പത്രോസിനോട് ദൈവം പറയുന്ന, യേശു പറയുന്ന സന്ദേശമുണ്ട്. അല്ലേരിയ. എന്താണ് പറയുന്നത്? സ്തോത്രം. ആമേൻ. യേശു പത്രോസിനെ നോക്കി, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയും, നീ യൗവനക്കാനായിരുന്നപ്പോൾ എന്ന് പറയുക. ഏതാ? യോഹന്നാൻ 21 അധ്യായം അതിന്റെ 18 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ 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 ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്ത നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അല്ലൊരു എന്ന് പറഞ്ഞു. പത്രോസിന് ശക്തമായി തൂത. എന്താണ്? പത്രോസിന്റെ രക്തസാക്ഷിത്വ മരണത്തെക്കുറിച്ച് യേശു കർത്താവ് പത്രോസിനെ ഉണർത്തിച്ചു കൊടുത്തതാണ്. അതിന് ചരിത്രം പത്രോസിന്റെ ജീവിതാന്ത്യം ഏത് നിലയിലായിരിക്കും എന്ന കാര്യം കൂടി കർത്താവ് അവനെ അറിയിക്കുന്നു. അവൻ വയസ്സിന് ശേഷം എന്ന വാക്കുകളിൽ നിന്ന് അവൻ അല്ലെങ്കിൽ ഉടനെ മരിക്കയില്ല എന്ന് അവന് ഉറപ്പ് ലഭിച്ചു. അതുകൊണ്ടാണല്ലോ അപ്പോസ്തല പ്രവൃത്തി 12 അധ്യായം 3-6 വരെ വാക്യങ്ങളിൽ പത്രോസ് ജയിലിൽ അകപ്പെട്ട സമയത്തും അല്ലെങ്കിൽ സുഖമായി അവൻ ഉറങ്ങിയത്. അല്ലെങ്കിൽ സ്തോത്രം. മത്തായി സുവിശേഷം 10:2 വായിക്കും പത്രോസിന്റെ ജീവിത സംഗ്രഹം കാണാൻ കഴിയും. നീ കൈ നീട്ടുകയും എന്ന പ്രയോഗം എന്ന് പറയുമ്പോൾ ക്രൂശമരണത്തിനായി കൈവിരിക്കുന്നതിനെ ഉദ്ദേശിച്ചാണ് പലരും ഇതിനെക്കുറിച്ച് പറയുന്നത്. കൈനീട്ടുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ ക്രൂശിൽ അറച്ച പോലെ പത്രോസിനെയും വയസ്സനായ ശേഷം മറ്റുള്ളവർ തന്നെ പിടിച്ച് അല്ലെങ്കിൽ യേശുവിനെ ക്രൂശിച്ചതുപോലെ ക്രൂശിച്ച് യേശു രക്തസാക്ഷിത്വം ഭരിച്ച പോലെ പത്രോസിന് രക്തസാക്ഷിത്വം ഭരിക്കുമെന്നുള്ളൊരു ആലോചനയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. AD 64 പത്രോസ് റോമിൽ വെച്ച് തലകീഴായി നീറോ കൈസറാൽ ക്രൂശിക്കപ്പെട്ടു എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. പത്രോസിന്റെ രക്തസാക്ഷിത്വ മരണത്തെക്കുറിച്ചും യേശു പറഞ്ഞു, നീ യൗവനക്കാനായിരുന്നപ്പോൾ നിനക്കിഷ്ടമുള്ളതുപോലെ നീ ജീവിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നിനക്കിഷ്ടം, നീ യൗവനക്കാരനപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. പക്ഷെ നീ വൃത്തനായ ശേഷം ഹല്ലേലൂയ നീ കൈനീട്ടും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് കൊണ്ടുപോകും. അതേ പ്രിയരെ, പത്രോസിന് ദൈവം കൊടുത്ത ദർശനമുണ്ടല്ലോ, പത്രോസിന് ദൈവം കൊടുത്ത ആലോചനയുണ്ടല്ലോ. പത്രോസ് ആദ്യത്തോളം കർത്താവിന് വേണ്ടി നിന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ? ഒരിക്കൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് വ്യത്യാസ് പിലാത്തോസിന്റെ കയ്യാഫാവിന്റെ അരമനകളിൽ വിസ്തരിച്ച് യേശു നിരപരാധിത്വമാണെന്ന്, യേശു നിരപരാധിയാണെന്ന് തെളിഞ്ഞ് തള്ളിപ്പറഞ്ഞ പത്രോസ് അനുതാപത്തോടെ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞ് വിന്നെത്തിയതിൽ യേശു പത്രോസിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച് പത്രോസ് കാരാഗ്രഹത്തിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ സമാധാനത്തോട് ഉറങ്ങിയത്. ഹല്ലേലൂയ. ദൈവിക ദർശനമുള്ളവൻ. ഹല്ലേലൂയ. പിന്നത്തേതിൽ പത്രോസ് കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ചതേ. ഈ ഭൂമി രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നാലും നമ്മുടെ യൗവന കാലഘട്ടത്തിൽ നമുക്കിഷ്ടമുള്ള വഴിയുടെ യാത്ര ചെയ്യാതെ കർത്താവിന്റെ ഹിതം തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന പരിസ്ഥിതിക്കുന്ന സ്തോത്രം. പാപത്തിലേക്ക് വീഴരുത്. യേശുവിന്റെ ശിഷ്യന്മാർ യൂദയൊഴിച്ച് ബാക്കി 11 പേരും ഹല്ലേലൂയ കർത്താവിന് വേണ്ടി അന്ത്യത്തോളം നിന്നവരാ. ഹല്ലേലൂയ. യൂദയുടെ സ്ഥാനത്തേക്ക് മത്യാസിനെ തെരഞ്ഞെടുത്ത് പിന്നത്തേതിൽ അപ്പോസ്തലന്മാരെ ദൈവം നിയോഗിച്ച് യേശു ക്രിസ്തുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട യേശുവിന്റെ ശുശ്രൂഷയുടെ ഭാഗമായി തീർന്ന ശിഷ്യന്മാർ ഹല്ലേലൂയ ആദിമസഭയുടെ ചരിത്രം പഠിച്ചാൽ പലരും രക്തസാക്ഷികളായി മാറി. ഇന്നും വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന അനവധി ദൈവദാസന്മാരുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന അനവധി ദൈവദാസന്മാരുണ്ട്. മോഹപരസ്യായ പുരുഷന്മാരുടെ സ്ത്രീകളുടെ കയ്യിലകപ്പെട്ട് നിത്യമായ നരകത്തിലേക്ക് പാതാളത്തിലേക്ക് പോകാതെ ദൈവം കൊടുത്ത ജീവിതം സുരക്ഷിതമായി, കുടുംബജീവിതം പവിത്രമായി, ഭാര്യ ഭർത്തൃ ജീവിതം ശ്രേഷ്ഠമായി, അതിനകത്ത് വിള്ളലുകൾ വരാതെ, സാത്താൻ കയറാതെ, പരസ്പര ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കാതെ, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കാതെ കുടുംബജീവിത സന്തോഷത്തോടെ നയിച്ച് കർത്താവിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കുന്ന അനവധി ദൈവഭക്തന്മാരെ, ദൈവദാസിമാരെ എനിക്കറിയാം. രക്തം ചെയ്യും. അവർ ഒരിക്കലും മോഹപരിശയായ പുരുഷന്റെ കയ്യിലോ സ്ത്രീയുടെ കയ്യിലോ അകപ്പെടത്തില്ല. അവർ നിത്യത കാത്തു സൂക്ഷിക്കും. യോസേഫിനെ പോലെ പാപം കാണുന്നിടത്തുനിന്ന് അവർ ഓടി ഒളിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള അനവധി ഭക്തന്മാരോട് എനിക്ക് സഹകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാ. ഹല്ലേലൂയ. വശീകരിക്കും. പ്രൈസറോ. വശീകരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രൈസറോ.
നമ്മൾ അറിയണ്ട, നമ്മളെ കൊടുക്കാൻ പിശാച് പല തന്ത്രങ്ങളുമായിട്ട് വരും. നമ്മളെ കൊടുക്കാൻ, നമ്മളെ നമ്മളൊന്നും അറിയുന്ന അന്നത്തെ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വളരെ വർദ്ധിച്ചിരിക്കുക. ഏത് സ്ഥലത്തും ഏത് സാഹചര്യത്തിലുള്ള എവിടെയുള്ള ആളുകളുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ കഴിയും. നമ്മളോട് ഒരാൾ വിളിച്ച് ഫോണിൽ സംസാരിക്കാൻ തിരിച്ച് നമ്മളൊരു മറുപടി പറയണമെങ്കിൽ വളരെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നീ പറയുന്ന വാക്കുകൾ നിന്റെ മറുതലയ്ക്ക് ഫോണിൽ കേൾക്കുന്ന ആ വ്യക്തി റെക്കോർഡ് ചെയ്തിട്ട് പിന്നത്തേതിന് പാപത്തിൽ വീഴ്ത്താതിരിപ്പാൻ നമ്മുടെ ഫോൺ സംസാരം പോലും പരസ്യമായിരിക്കണം. നീ രഹസ്യമായിട്ട് ഫോണിൽ സംസാരിക്കുന്നത്, രഹസ്യ സംഭാഷണം നിന്റെ പാപത്തിലേക്ക് തള്ളിയും പല ദൈവ മക്കളുടെയും പല ദൈവദാസം പല ജനത്തിന്റെയും വലിയ പരസ്യമായ ജീവിതത്തെ അവർ പിന്നീട് നശിപ്പിച്ചത്. അവരുടെ രഹസ്യമായി ഫോൺ വഴി അവരെ പാപത്തിൽ തള്ളിയിട്ടു. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവനായിരിക്കട്ടെ എന്ന്. യാക്കോബിന്റെ 1:19 ഒക്കെ വായിച്ചാൽ കാണാൻ കഴിയും. ഏത് കാര്യം കേൾപ്പാൻ വേഗത, പറവാൻ താമസം. ഞാൻ എന്നെ ഒരുപാട് പേര് ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് മാന്യമായ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം. കാരണം ഈ ഫോണിൽ സംസാരിക്കാൻ നമ്മൾ പലതും കേൾക്കും, നമ്മൾ ചിലപ്പോൾ അറിയാതെ സംസാരിച്ചു പോകും. അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് നമ്മെ പാപത്തിൽ തള്ളിയിടുന്നവരുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫോണൊക്കെ വിളിച്ച് ആദ്യം ചായ കുടിച്ചോ, ചോറ് കഴിച്ചോ, കാപ്പി കുടിച്ചോ, എന്താ പണി, എന്തെടുക്കുക, എവിടെ ഇരിക്കുക, രാവിലെ എന്തായാലും ഇതൊക്കെ ചോദിക്കുന്ന ഒരുപാട് പിശാചിന്റെ സേവയുള്ളവരുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളുടെ ഭാഗത്താൻ, ദൈവദാസന്മാരുടെ ഭാഗത്താൻ രാവിലെ വിളിച്ചിട്ട് ഫോണെടുത്ത് വിളിച്ച് എന്താ കഴിച്ച്, എന്താ കുടിച്ച്, എന്തോ എടുക്കുക, ഇപ്പൊ എവിടെ നിൽക്കുന്നത്, ഇങ്ങനെയുള്ള പിശാചിന്റെ പ്രവൃത്തി. ഞാൻ പലരോടും പറഞ്ഞു, എന്റെ ഫോണിൽ അങ്ങനെ വിളിച്ച് എന്നോട് മേലെ അങ്ങനെ ചോദിച്ചേക്കരുത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാര്യമുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് ഒരു വാക്കുകൊണ്ട് 2 വാക്കുകൊണ്ട് പറഞ്ഞിട്ട് അവിടെ അങ്ങ് നിർത്തിയേക്കണം. ശോഭം. ഹല്ലേലൂയ. അപ്പം മോഹപരശയായ സ്ത്രീ ആ മനുഷ്യനെ വശീകരിച്ച് കൊണ്ടുപോയതുപോലെ നാം നമ്മുടെ ജീവിതം തകർത്ത് കളയത് പത്രോസ് പറഞ്ഞ പോലെ. അപ്പം നമ്മൾ വീണ്ടും വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഈ മോഹപരശയായ സ്ത്രീയെ ഈ മനുഷ്യനെ വശീകരിച്ച് കൊണ്ടുപോകുന്ന ആ കൊണ്ടുപോക്കിനെ കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ സദൃശവാക്യം 7-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. ഹല്ലേലൂയ. സദൃശ 7-ാം അധ്യായം. ഹല്ലേലൂയ. ജ്ഞാനത്തെ നമ്മൾ ഹൃദയത്തിൽ, വചനത്തെ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. 5-ാം വാക്യത്തോട്ട് വരുമ്പോൾ നമ്മെ തകർക്കുന്ന മോഹപരശയ സ്ത്രീയെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഭോഷനായ യുവാവിന്റെ അന്ത്യം. അപ്പൊ മോഹപരശയായ സ്ത്രീയെ അവളുടെ ജനലിന്റെ, അവളുടെ വീടിന്റെ കിളിവാതിൽ കൂടി നോക്കി പോഷനായവരെയും ബുദ്ധിഹീനായ മനുഷ്യനും വശീകരിച്ച് അവളുടെ ഭവനത്തിൽ കൊണ്ടുവന്നാൽ പാപത്തിൽ വീഴ്ത്തി കഴിയുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ അന്ത്യം പാതാളം. ആ മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്, അറുക്കുന്നിടത്ത് കാളയും ചങ്ങലയിലേക്ക് പോഷനും പോകുന്നത് പോലെയും. അറുക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്ന കാളയ്ക്ക് വല്ലതും അറിയാമോ? എന്നെ അറുക്കുവാൻ കൊണ്ടുപോവുക, എന്നെ കൊല്ലാൻ കൊണ്ടുപോവുക, എന്റെ ജീവൻ ഇവിടെ കൊണ്ട് തീർന്നതാ, അല്പനിമിഷം എന്റെ കഴുത്തിൽ കത്തിവെക്കും, എന്നെ ഈ മനുഷ്യൻ കൊല്ലുമെന്ന് ഈ കാളയ്ക്ക് വല്ലതും അറിയാവോ? ലേലിയ. കാളയെ അതിന്റെ ഉടയവൻ അഴിച്ചപ്പോൾ കാള വളരെ സാമർത്ഥ്യത്തോടെ ബഹു സന്തോഷത്തോടെ ആ മനുഷ്യന്റെ പുറകെ കാള നടന്നു ചെല്ലുകയാണ്. പക്ഷെ അറുക്കുവാൻ കൊണ്ടുപോകുന്നിടത്തേക്കാണെന്ന് ഈ കാളയ്ക്കറിയില്ല എന്ന് പറഞ്ഞ പോലെ ചങ്ങലയിലേക്ക് മോഹപരശയായ സ്ത്രീ നിന്നെ വശീകരിച്ച് അവളുടെ ചങ്ങലയിലിട്ട് നിന്നെ പൂട്ടിക്കഴിഞ്ഞാൽ അറക്കുവാൻ കൊണ്ടുപോകുന്നിടത്തേക്ക് കൊണ്ടുവന്ന കാളയുടെ സ്ഥിതിയാണ് നിന്റെ അവസ്ഥ. ഹല്ലേലൂയ. രക്തം ചെയ്യും പ്രവേശനം. അപ്പം മറക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് പോകുന്ന പോഷണം പോകുന്നത് പോലെ ഭക്ഷ്യ ജീവഹാനിക്കുള്ളതെന്ന് അറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്ന പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലും. ഈ ഭക്ഷ്യക്കറിയാവോ? ഹല്ലേലൂയ. ഭക്ഷ്യക്ക് ജീവഹാനി എന്തെന്നറിയാതെ ഭക്ഷ്യം കെണിയിലേക്ക് ഇരുന്നയാണ്. ഹല്ലേലൂയ. കെണിയിലേക്ക് നടന്നപോലെ കരളിൽ അസ്ത്രം തറയ്ക്കുന്നു. കരളിൽ അസ്ത്രം തറയ്ക്കുവോളം ഈ ഭോഷനായ മനുഷ്യന്റെ, ബുദ്ധിഹീനായ മനുഷ്യന്റെ കരളിൽ അസ്ത്രം തറയ്ക്കുവോളം എന്ത് ചെയ്യും? അവൻ അവളുടെ പിന്നാലെ ചെല്ലും. അല്ലേ? അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ തകർന്നുകൊണ്ടാണ്. ഒരുപാട് കുടുംബങ്ങൾ തകർന്നു. അനവധി കുടുംബങ്ങൾ ഡിവോഴ്സിലായി. കേരളത്തിലെ കുടുംബ കോടതികൾക്കകത്ത് ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്ന ഡിവോഴ്സ്.
പലരും വിളിച്ച് പാസ്റ്റർ ഞങ്ങൾ ഡിവോഴ്സിന് നോട്ടീസ് കൊടുത്തേ പാസ്റ്റർ പ്രാർത്ഥിക്കണം. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്റെയൊക്കെ മാന്യമായിട്ട് ജീവിച്ചപ്പോയ മോഹപരസ്യമായി സ്ത്രീയുടെ മോഹപരസ്യ പുരുഷന്റെ കയ്യിലകപ്പെട്ട് വിശ്വാസവഞ്ചന ചെയ്തിട്ട് ഡിവോഴ്സിന് വേണ്ടി കോടതി കയറി ഇറങ്ങിയിട്ട് പാസ്റ്റർമാരെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് പ്രാർത്ഥിക്കണമെന്നാ. അറക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് മോഷണം പോകുന്നത് പോലെ നിന്നെ പാപത്തിൽ വീഴ്ച പിശാചി വരുമെന്നാണ്. ജീവഹാനിക്കുള്ളത് എന്നറിയാതെ കെണിയിലേക്ക് ബന്ധപ്പെടുന്നത് പോലെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അസ്ത്രം അമ്പെയ്ത് വിട്ടുകഴിഞ്ഞാൽ അമ്പെയ്ത് വന്ന് നമ്മുടെ ശരീരത്തുകൊണ്ട് നമ്മുടെ കരളിൽ അസ്ത്രം തറച്ചു കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ പറ്റത്തില്ല. അസ്ത്രം ഊരിയെടുക്കാൻ പറ്റില്ല. ഉടനെ നമ്മൾ കൊണ്ടുപോയി സർജറി ചെയ്യണം. ഒരുപക്ഷെ മനുഷ്യന്റെ ജീവൻ കൂടി തിരിച്ചു കിട്ടത്തില്ല. കരളിലേക്ക് അസ്ത്രം ചെന്ന് കയറിയാൽ, ഈ കമ്പി ചെന്ന് കയറിക്കഴിഞ്ഞാൽ അവിടെ അത് കുത്തി തുളച്ചു കയറി അവിടെ ബ്ലഡ് കട്ടിയാകും, മരണം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെ, നീ മോഹപരിശയ സ്ത്രീയുടെ കയ്യിലകപ്പെട്ട് പോകരുത്. അതുകൊണ്ടാണ് യശയ്യാപ്രവാചകൻ പറയുന്നത്, രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നു. ദൈവമക്കൾ സൂക്ഷിക്കണം കേട്ടോ. എന്നെ കേൾക്കുന്ന സഹോദര സൂക്ഷിക്കണം. യുവതി യുവാക്കന്മാർ വളരെ സൂക്ഷിക്കണം. നീ പാപത്തിലേക്ക് പോകരുത്. നിന്നെ രാവിലെ മദ്യഷാപ്പിലേക്ക് വിളിക്കാൻ വരുന്നവർ കാണും, ബീവറേജിലേക്ക് വിളിക്കാം, കള്ളുഷാപ്പിലേക്ക് വിളിക്കും, ബാറിലേക്ക് പോകാൻ വിളിക്കുന്നവർ കാണും. ചൂതാട്ട കേന്ദ്രങ്ങളിലേക്ക്, അസന്മാർഗമായ ജീവിത പാതയിലേക്ക് നിന്നെ വിളിക്കുവാൻ പലരും വരും. നിനക്ക് പ്രഭാതത്തിൽ ഫോൺ വരും. യുവതി യുവാക്കന്മാരുടെ പറഞ്ഞ കൗമാരിക, നിനക്ക് രാവിലെ പ്രഭാതത്തിൽ ഫോൺ വരും. നീ ഇന്ന് കോളേജിൽ പോകാനായിട്ട് ഒരുമ്പോൾ, സ്കൂളിൽ പോകാനായിട്ട് വരുമ്പോൾ അമ്മയും അച്ഛനും പപ്പയും അമ്മയും കാണാതെ മറ്റൊരു വസ്ത്രം എടുത്തിന്റെ ബാഗിൽ സൂക്ഷിച്ചേക്കണം. നമുക്ക് സ്കൂളിൽ പോകണ്ട, നമുക്ക് പാർക്കിൽ പോകാം, ബീച്ചിൽ പോകാം. ഹല്ലേലൂയ. പണ്ട് ഒരു സഹോദരൻ മോനും മോളും കൂടെ സ്കൂളിൽ പോകാന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങി അവർ സ്കൂളിൽ പോയില്ല. അവർ സ്കൂളിൽ പോകാതെ ഇടയ്ക്ക് വേറൊരു വീട്ടിൽ ചെന്ന് വസ്ത്രം മാറിയിട്ട് അവർ വേറെ മാർഗങ്ങളിലേക്ക് പോയി. ആ ചെന്ന വീട്ടിലെ അവർ ഞങ്ങളെ വിളിച്ച്, എന്റെ പാസ് 2 കുട്ടികളുടെ വന്ന് സ്കൂളിൽ പോയില്ല, ഇവിടെ വന്ന് വസ്ത്രം മാറി അവർ വേറെ വഴിയിലേക്ക് പോയി. ഞങ്ങൾ ആ വീട്ടുകാരിവിടെ വിവരം പറഞ്ഞു. നിങ്ങളുടെ മക്കളുടെ ബാഗൊന്ന് പരിശോധിച്ച് വെക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എന്താ, ബാഗിനകത്ത് മറ്റൊരു വസ്ത്രം. അങ്ങനെ എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരുടെ നിന്റെ ആത്മജീവിതവും നിന്റെ ഈ ലോകത്തിലെ നിന്റെ വിദ്യാഭ്യാസത്തെ പോലും തകർത്ത് കളയുന്ന മോഹപരിശയായിരിക്കുന്ന യുവതി യുവാക്കന്മാരുടെ കയ്യിൽ നീ അകപ്പെട്ട് നിന്റെ ജീവിതം തകർത്ത് കളയരുത്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, ദൈവത്തെ അനുസരിക്കണം. നിന്റെ ഗുരുക്കന്മാരെ നീ അനുസരിക്കണം. നീ ദൈവത്തെ ഭയപ്പെടണം. നിന്റെ ഭാവിയെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കൂൾ കോളേജ് കുട്ടികളുമായിട്ട് ബീച്ചിൽ പാർക്കിലും ഒക്കെ പോയിരുന്ന ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല. നിയമം അവർക്ക് അനുകൂലമാ. അവർ നശിക്കുന്നതോ അവർ പിഴച്ചു പോകുന്നതോ അവരുടെ ജീവിതം തകരുന്നതോ ഇവിടുത്തെ നിയമത്തിന് പ്രശ്നമല്ല. അവർക്കിഷ്ടാനുസരണം ചോദ്യം ചെയ്യാൻ ചെന്നാൽ ചോദ്യം ചെയ്യുന്നവൻ ആമൻ കേസിലകപ്പെടും. അത്രമാത്രം അതമ്പതിച്ചു പോയി നമ്മുടെ രാജ്യം. അത്രമാത്രം അതമ്പതിച്ചു. ദൈവഭയമില്ലാതെ തകർന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരുടെ നിനക്ക് രഹസ്യ ജീവിതം പാടില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ആദിദാസനെ, നിനക്ക് രഹസ്യ ജീവിതം പാടില്ല. എന്നെ കേൾക്കുന്ന സഹോദരന്മാർ, നിനക്ക് രഹസ്യ ജീവിതം പാടില്ല. നിന്റെ ജീവിതം പരസ്യമായിരിക്കണം. ദൈവം മുമ്പാകെ നീ വിശുദ്ധമായി ജീവിക്കണം. നീ ദൈവം മുമ്പാകെ വിശുദ്ധമായി ജീവിക്കണം. പാപത്തിലേക്ക് പോകരുത്. എത്ര പാപങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നത്. ഹല്ലേലൂയ. മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ പരിഷ്കാരം, ഇന്നത്തെ കാലത്തോടെ പരിഷ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് വസ്ത്രത്തിന്റെ അളവ് കുറച്ച് തങ്ങളുടെ അവയവങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്ന അനവധി ആളുകളുണ്ട്. പരിഷ്കാരം വന്നു കഴിഞ്ഞ് വസ്ത്രത്തിന്റെ അളവുകൾ കുറച്ച്, ഇറക്കം കുറഞ്ഞു, വണ്ണം കുറഞ്ഞു, അതിന്റെ ഭാഷ മാറി, രീതികൾ മാറി. അതും ധരിച്ചുകൊണ്ട് ശരീരത്തിന്റെ അവയവങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ട് പുരുഷന്മാരെ വശീകരിക്കുന്ന, സ്ത്രീകളെ വശീകരിക്കുന്ന വസ്ത്രധാരണമായി അനവധി ആളുകൾ ഇന്ന് ഉദ്ഘാടന വേദികളിൽ കാണാം. പാപം പെരുകി നരക സമാനമായ അനുഭവമാണെന്ന് ഭൂമിയിൽ പല ഉദ്ഘാടനങ്ങൾ നടക്കുന്നത്. വസ്ത്രത്തിന്റെ നീളവും വീതിയും ചുരുക്കി ശരീരത്തിന്റെ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന ഒരു കാലഘട്ടത്തല്ല ലോകം ചെന്നെത്തിരിക്കുക. സാത്താൻ സകല ജനത്തെ വഴിതെറ്റിച്ചു.
അത് കാണുവാൻ വേണ്ടി ജനം തിങ്ങിക്കൂടുകയാണ്. ഉദ്ഘാടനം ശരീരത്തിന്റെ അവയവങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ജനം ഓടിയെടുക്കുക. അത് നിന്നെ അങ്ങോട്ട് കൊണ്ട് പാപമാണ്, സാത്താനാണ്. അങ്ങനെ അല്ലെങ്കിൽ ദൈവിക വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക, ജഡിക ഇച്ഛകളെ വെളിപ്പെടുത്തിക്കൊണ്ട് ജഡത്തിന് കീഴടങ്ങി ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്. ദൈവവിശുദ്ധിയെ നഷ്ടപ്പെടുത്തി ജഡത്തിന് കീഴടങ്ങി ജീവിക്കുന്നവർ, ദൈവത്തിൽ നകന്നു പോയ പാപിയിൽ നിന്നെ കേൾക്കുന്ന സഹോദര സൗകരി, നിന്റെ ജീവിതം പാതാളത്തിലേക്കാണ്. നീ ഭൂമിയിൽ കോടികൾ, ഒരു ഉദ്ഘാടനം കൊണ്ട് നീ കോടികൾ സമ്പാദിച്ചേക്കാം, ലക്ഷങ്ങൾ നീ വാരിക്കൂട്ടിയേക്കാം. നിന്റെ ശരീരത്തിന്റെ നഗ്നത പ്രദർശിപ്പിച്ച് നീ ലോകത്തിൽ നടന്നുകൊണ്ട് നിന്റെ വസ്ത്ര കമ്പനിക്ക്, നിന്റെ ടെക്നിക്കൽ നീ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരുപാട് പണം കിട്ടിയേക്കാം. പക്ഷെ അതെല്ലാം ഒരു പിടിച്ചാരമാകുന്ന ദിവസമുണ്ട്. ദൈവം നിന്നെ ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. അനേകരെ പാപത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുന്ന അനവധി പരസ്യങ്ങൾ അല്ലേരിയ. അതുകൊണ്ട് കോടികൾ ഉണ്ടാക്കുന്നവർ, നിനക്കൊരു ന്യായവിധിയുണ്ട് അല്ലേരിയ. നീ ചെയ്തു കൂട്ടുന്ന എത്രയോ പേരെ പാപത്തിലേക്ക് തള്ളിയിടുക. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്, എന്നെ കേൾക്കുന്ന പ്രിയസിനെ, ദൈവം ആത്മാവെന്ന് അവനെ നമസ്കരിക്കുന്നു, ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണമെന്ന് യോഹന്നാന്റെ വിഷയം 4:24 പറയുന്നത്. ദൈവം ആത്മാവാ, അവനെ ആത്മാവിൽ സത്യത്തിലും അതേ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന നിന്റെ പാപത്തിലേക്ക് തലയിടുക സാത്താൻ വരുമ്പോൾ യെശയ്യാവ് കണ്ട ദർശനം പോലെ രണ്ടുകൊണ്ട് അവർ മുഖംമൂടി, രണ്ടുകൊണ്ട് കാൽമൂടി, രണ്ടുകൊണ്ട് പറഞ്ഞു നീ അവർ ഓടി ഒളിച്ചോ യോസേപ്പിനെ പോലെ അല്ലേ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ലേ സ്തോത്രം. നമുക്ക് ദൈവസ്ഥലേക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പാപത്തിൽ വീട് കിടക്കുന്ന ശ്രോതാവി, പാപത്തിൽ വീട് സഹോദര യുവതിവാക്കന്മാർ കൗമാരക്കോട് പറയട്ടെ, യെശയ്യാവ് കണ്ട ദർശനം പോലെ പാപം നിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ, നിന്നെ പാപത്തിൽ അകപ്പെടുത്ത പിശാച് തന്ത്രങ്ങൾ വരയുമ്പോൾ അവിടെ നീ ഓടി ഒളിച്ചോണം. സാറാവുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടിയതുപോലെ രണ്ടുകൊണ്ട് പറഞ്ഞു ഈ ഓടി ഒളിച്ചോണം യോസേപ്പിനെ പോലെ. പാപത്തിൽ വീണ് നിന്റെ ജീവിതത്തെ നരകത്തിലേക്ക് തള്ളിയിടരുത്. രഹസ്യ ജീവിതം നിനക്ക് പാടില്ല. അല്ലേലിയ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവം ഈശോയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയമായി ലോകം മുഴുവൻ പാപത്തിന്റെ വശീകരണത്തിന് അകപ്പെട്ട് ജീവിതം തകർന്ന് താറുമാറായി ലക്ഷോപലക്ഷം ജനങ്ങൾ നിത്യമായ നരകത്തിലേക്ക്, പാതാളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കർത്താവെ, ജനം വിടിവിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ഞങ്ങളുടെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും അനുഭവത്തിന് യാചകരായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ഇന്നത്തെ മൊബൈലിൽ കൂടി, കർത്താവ് കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലൂടെ കടന്നു വരുന്ന എല്ലാ പാപങ്ങളും അശ്ലീലമായതും മനുഷ്യനെ വശീകരിച്ച് മോഹപരശിയായ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ജനത്തെ തകർത്തു കുടുംബങ്ങളെ തകർക്കുമ്പോൾ വിശ്വാസികളെ പോലും പാപത്തിൽ തള്ളിയിട്ട് കർത്താവ് നിത്യത നഷ്ടമാക്കി നരകത്തിലേക്ക് അനയിക്കുന്ന സാത്താന്റെ കയ്യിലേക്ക് ജനം കടന്നു പോകാതെ കേരളത്തിലെ ജനത്തിനായി, ഇന്ത്യയിലെ ജനത്തിനായി, ലോകരാജ്യം 800 കോടി ജനത്തിന്റെ മാനസാന്തരമായി അധികാരികൾ, ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ, പാർട്ടികളെ, മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്നവർ, അധികാരികൾ, ദേശത്തും വിദേശത്തുമായിരിക്കും സകല ജനത്തെ കർത്താവിയ മാമി പാപം പ്രദർശിപ്പിച്ചുകൊണ്ട് കർത്താവ് ഭൂമിയിൽ ലക്ഷണം ഉണ്ടാക്കുന്ന പരസ്യങ്ങൾ ചെയ്യുന്ന സകലരെ ദൈവം സന്ദർശിക്കാൻ മാനസാന്തരം കൊടുക്കണമേ. ആരും സാത്താന്റെ കെണിയിൽ അകപ്പെട്ടു പോകാതെ, പാപത്തിൽ വീണുപോകാതെ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തെ ഒരുക്കണമേ. ദൈവം ആത്മാവാകുന്നവനെ ആരാധിക്കുക, ആത്മാവിൽ സത്യവനെ നമസ്കരിക്കണമെന്ന് യോഹന്നാൻ പറഞ്ഞതുപോലെ ഈ ദിവസം യെശയ്യാവ് കണ്ടതുപോലെ ദർശനം കണ്ടുകൊണ്ട് യെശയ്യാവിന്റെ കർത്താവ് എലിയ നാമിനെ ശുദ്ധീകരിച്ചതുപോലെ ഈ ദിവസം കർത്താവ് ജനം ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പാപത്തിന്റെ വശീകരണത്തിനകത്ത് ഒരിക്കലും ജനം വീഴരുത്. സാത്താന്റെ കയ്യിൽ ഒരിക്കലും ജനം വീണു പോകരുത്. കർത്താവ് കാൽവരി ക്രൂശിൽ മാനവകുലത്തിന് മുഴുവൻ പാപത്തിന് വേണ്ടി ജീവൻ നൽകി, രക്തം നൽകിയ യേശുക്രിസ്തുവിൽ വിശുദ്ധ ജീവൻ നയിപ്പാൻ യോസേപ്പിനെ പോലെ ഓട്ടി ഒളിക്കുന്ന, യോസേപ്പിനെ പോലെ വിശുദ്ധി കാത്തു ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം ദൈവസഭയ്ക്ക്, ദൈവമക്കൾ കൊടുക്കാനായ സ്തോത്രം. ഈ കാലഘട്ടം വളരെ അന്ധത പിടിച്ചതാണ്, കർത്താവ് വൈശാഖികമായതാണ്. അതിന് നടിഞ്ഞാട് പ്രിയപ്പെട്ടവർ വീണു പോകാതെ വിശുദ്ധ ജീവിതം നയിപ്പാടുകണമേ. അത് കർത്താവ് എല്ലാ മേഖലയിലും, എന്ത് സമൂഹത്തിൽ നിന്നാലും ദൈവിക വിശുദ്ധിയോട് ചേർന്ന് ദൈവത്തോട് വാചന മനസ്സ്, വാചന ഹൃദയത്തെ സംഗ്രഹിച്ച് കർത്താവിന് വേണ്ടി അന്ത്യത്തോളം നിന്ന് കർത്താവിന് വേണ്ടി അന്ത്യത്തോളം പോരാടുവാൻ വിശുദ്ധിയെ തികയ്ക്കും അഞ്ചായത്തെ ഒരുക്കണം. സകല ഭക്തം ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.